ഞാനിപ്പോൾ ഒരു മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ സെർവറിനകത്തിലാണ്. അപ്പോൾ നമുക്കിന്ന് 3 പ്ലാൻസ് ഉണ്ട്. 1, ഞാൻ ഈ സെർവറിനകത്ത് എന്തൊക്കെ ചെയ്തോ അതിൻ്റെ ഒരു ടൂർ തരിക. 2, ഈ ആർമഡില്ലോ ഫാമിൻ്റെ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ ഓൾറെഡി ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയി, ആക്ച്വൽ ഫാമും കംപ്ലീറ്റ് ആയി. പിന്നെ 3, നമ്മളിപ്പോൾ നിൽക്കുന്ന ഐലൻഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ ഒരു ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഐലൻഡുകൾ തമ്മിൽ നമുക്ക് ഒരു ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇതിന് കാരണം പഠിത്തം, കോളേജ് ഇതൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ അടിച്ചു. അതായത് പഠിത്തം മാത്രമാക്കാമെന്ന്. അത് നടന്നില്ല, അത് വേറെ കാര്യം. പിന്നെ എനിക്കൊരു റിഗ്രറ്റൊക്കെ അടിച്ചു, ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് പെട്ടെന്ന് അത് നിർത്തി വെച്ചതിന്. അപ്പോൾ ഇനിയും മുതൽ ഞാൻ അത്യാവശ്യം ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടാൻ നോക്കാം. ഇതെൻ്റെ സെർവറിനകത്തുള്ള വീടാണ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ബാനേഴ്സൊക്കെ യൂസ് ചെയ്തൊരു ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടൊരു ഐഡിയ ആണിത്. അതായത് ബാനേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് മെഡീവലിഷ് ആയിട്ടുള്ള ബിൽഡിങ്സിനകത്തിൽ. ഇത് നമ്മൾ ഇച്ചിരി ദൂരെ നിന്ന് നോക്കി കഴിയുമ്പോൾ ഈ ബാനേഴ്സ് ആ ബിൽഡിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് തോന്നും. അപ്പം ഇനിയും മുതൽ ഞാൻ ഇതുപോലുള്ള ബിൽഡിങ്സ് വല്ലതും ഉണ്ടാക്കുമ്പം നിങ്ങൾക്കും കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ അത്ര വലിയ ബിൽഡറല്ല, എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ചുറ്റും കുറേ ഓൾമോസ്റ്റ് കസ്റ്റം ട്രീസാണ്. ഞാനിതിന് ഓൾമോസ്റ്റ് എന്ന് പറയാൻ കാരണം ഇത് സാപ്ലിങ്സ് തന്നെ വെച്ച് ഉണ്ടാക്കിയതാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ജസ്റ്റ് ഒരു മരത്തിന് മാക്സിമം 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇത് ഞാൻ ഈ എപ്പിസോഡിൻ്റെ ഒരു എൻഡ് ആകുമ്പോഴത്തേന് ഞാൻ കാണിച്ചു തരാം. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ അതിന് വേണ്ട ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പം എനിക്കവിടെ കുറച്ച് ഷീപ്സിൻ്റെ ഫാമുണ്ട്. അതിനകത്തിലൊരു പശു ഇട്ടിട്ടുണ്ട്. അത് ആരെ ഹിറ്റേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്കെലിറ്റൻ ഹോഴ്സും ഉണ്ട്. അത് നമ്മളൊരു ഫ്രണ്ട് തന്നെയാണത്. പിന്നെ അങ്ങോട്ട് മാറി 2 ഹോഴ്സ് ഉണ്ട്. ഈ ഹോഴ്സിനെ നമ്മൾ ബ്രീഡ് ചെയ്ത് അവസാനം അത്യാവശ്യം നല്ലൊരെണ്ണം കിട്ടിയതാണ്. ഇവൻ്റെ പേരാണ് ഗൂഗു. പിന്നെ വേറെ അല്ലാതെ കാര്യമായിട്ട് ഐലൻഡേഴ്സ് ഒന്നുമില്ല. അതിൻ്റെ ഒരു ആർമഡില്ലോ ഫാം നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഫാം കംപ്ലീറ്റ് ആയി, ആക്ച്വൽ സാധനം അത് ഉള്ളിലുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു തീം ഒരു അബാൻഡൻഡ് ആയിട്ടുള്ളൊരു ടവറാണ്. അവിടെ ഇവിടെയൊക്കെ മോസൊക്കെ പിടിച്ച് പായലൊക്കെ പിടിച്ച് പകുതി പൊളിഞ്ഞ് കിടക്കുന്നൊരു ടവർ. പിന്നെ ഇതെല്ലാം കൂടെ നിൽക്കുന്നത് സ്മോക്ക് ഐലൻഡിലാണ് എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ സ്മോക്ക് ഐലൻഡാണ് പ്രധാന കാരണക്കാരൻ ഞാനിപ്പോഴും ഡയമണ്ട് ഗിയറിലുള്ളത്. എൻ്റെ കൂടെ സെയിം ടൈമിൽ തുടങ്ങിയ മിക്കുള്ളവരും നെതറേറ്റ് ഗിയറൊക്കെ ആയി. ഞാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവിടെ ഇവിടെ കുന്നും കുഴിയും, പിന്നെ അവിടെ ഇവിടെയൊക്കെ വേണ്ടാത്ത സ്ഥലത്തേക്ക് മരവും. അപ്പോൾ ഇത് ടെറാഫോം ചെയ്ത് ഈ പരുവത്തിലാക്കാൻ വേണ്ടി എനിക്കൊരു ഓൾമോസ്റ്റ് 1 to 2 വീക്സ് എടുത്തു. ഇവനാണ് മെയിൻ കാരണക്കാരൻ. അപ്പോൾ ഒന്നും കുഴപ്പമില്ല. ഈ സീരീസിനകത്ത് നമ്മൾ നെതറൈറ്റ് ഗിയർ സെറ്റാക്കുന്നതാണ്. പിന്നെ ഈ സെർവർ ഓൾമോസ്റ്റ് 95 to 98% വാനിലയാണ്. പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് പ്ലഗിൻസ് ഉണ്ട്. ലൈക്ക് ഒരു വുഡ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ മുഴുവൻ മരം വീഴുന്നൊരു പ്ലഗിന്, പിന്നെ ഒരു ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്നൊരു പ്ലഗിനുണ്ട്. അപ്പോൾ ഇത് കാരണമാണെന്ന് തോന്നുന്നു മോബ്സിൻ്റെയൊക്കെ ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്നതിന് പ്രോബിലിറ്റി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പല മോബ്സിൻ്റെയും ഹെഡ് കാണുന്നത്. പിന്നെ ഇത് എൻ്റെ സെർവറല്ല, അപ്പം നിങ്ങളെയും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ചോദിച്ചു നോക്കാം. ഓൾമോസ്റ്റ് പ്രൈവറ്റ് സെർവറാണ്. ഞാനും പിന്നെ കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഇതിനകത്ത് കളിക്കുന്നുള്ളൂ. അറൗണ്ട് 10 പേര് കാണും സെർവറിനകത്ത് ആക്റ്റീവായിട്ട് കളിക്കുന്നത്. സാധാരണ ഞാൻ മൈൻക്രാഫ്റ്റിനകത്തിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പം ഫസ്റ്റ് എനിക്ക് വേണ്ട ഏകദേശം ഒരു മെയിൻ സ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ ഈ കേസിൽ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ടവറിൻ്റെ മെയിൻ ഭാഗമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് ഓക്കെ ആയി കഴിയുമ്പോഴാണ് ഞാൻ ഡീറ്റെയിലിങ്ങും ഒക്കെ തുടങ്ങുന്നത്, ടെക്സ്ചറിങ്ങും അതും ഇതുമൊക്കെ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ 2-3 ഇമേജസ് സൈഡിൽ റെഫറൻസിന് വേണ്ടി വെക്കും. അത് ചിലപ്പോൾ അത് ആക്ച്വൽ മൈൻക്രാഫ്റ്റിനകത്തിലെ ബിൽഡിംഗ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെയിൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിയൽ ഇമേജ് ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ റെഫറൻസ് ചെയ്താണ് ഒരു ബിൽഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴാണ് ഒരു വലിയ അബദ്ധം ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ മോസൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പോയി ലഷ് കേവ് ചെയ്യുന്ന മോസൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന്. പിന്നീട് തോന്നി ഇവിടെ വേറൊരുത്തൻ മോസ് വിൽക്കുന്നുണ്ട്, അപ്പോൾ അവൻ്റെ നിന്ന് വാങ്ങിക്കാമെന്ന്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എലൈറ്റ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഫാം ഒന്ന് ഓണാക്കാൻ നോക്കി. പിന്നീടുണ്ടായതാണ് ഈ സംഭവം. ആദ്യം എനിക്ക് മിക്കുള്ളവരെ പോലെ തോന്നിയത് കണ്ടം വഴി ഓടാനാണ്.
അപ്പോൾ ഞാനതങ്ങ് ചെയ്തു. ആദ്യം അങ്ങോട്ട് ഞാൻ ഓടി. എന്നിട്ട് ഞാൻ ഈ കൂടെ വരുന്ന സിൽവർ ഫിഷിനെയൊക്കെ തട്ടാൻ നോക്കി. തട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഫാമിൻ്റെ സിൽവർ ഫിഷിനെ തട്ടുന്ന ഏരിയ ബ്ലോക്ക് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെളി വരത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വുഡ് എടുത്ത് അങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ നോക്കി. അതും നടന്നില്ല. അപ്പോൾ ഞാൻ വേറൊന്നും ചെയ്തില്ല. ബ്ലോക്ക് എടുത്തു, നേരെ മേലോട്ട് കവർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഞാനിവിടെ കുറച്ച് നേരം നിന്നപ്പോഴാണ് മനസ്സിലായത് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് മിക്കമുള്ളത് സ്റ്റോൺ കൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഇവന്മാർ എന്നെ മുഴുവൻ തിന്നുകൊണ്ട് പോകും. തിരിച്ച് നേരെ എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് ഓടി. എന്നിട്ട് ഞാൻ കവർ ചെയ്തിട്ട് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ചാറ്റിനകത്ത് ഹെൽപ്പ് അടിച്ചു. സ്മോക്കിലോട്ട് ആരൊക്കെ ഓൺലൈനിലുണ്ടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. ഞാൻ ഈ സിൽവർ ഫിഷ് തിന്നുകൊണ്ട് പോയതെല്ലാം കവർ ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ മോസ് എണ്ണം ഡെലിവറി ആയിട്ട് വന്നു. 10 സ്റ്റാക്ക് മോസ് 5 ഡയമണ്ടിനാണ് ഞാൻ വാങ്ങിച്ചത്. 2 സ്റ്റാക്ക് മോസ് 1 ഡയമണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പം കൊടുത്തേക്കുന്ന വില. എന്നിട്ട് നമ്മുടെ മോസൻ്റെ കയ്യിൽ നിന്ന് മോസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ബൈ ബൈ പറഞ്ഞ് വിട്ടു. എന്നിട്ട് ഞാൻ തിരിച്ച് സിൽവർ ഫിഷുമൊക്കെ തിന്നുകൊണ്ട് പോയത് ബാക്കി പണിയാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ഫൈനൽ ബിൽഡ്. ഇത് ഓൾമോസ്റ്റ് 2 തവണ ഞാൻ ഉണ്ടാക്കി. കാരണം അടിവശം മുഴുവൻ സിൽവർ ഫിഷ് തിന്നുകൊണ്ട് പോയി. ഒരു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ സിൽവർ ഫിഷ് നമ്മളതിനെ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവന്മാർ ചെയ്തത് കുറച്ച് എക്സ്ട്രാ ആയിപ്പോയി. അപ്പോൾ അതെനിക്ക് ഫിക്സ് ചെയ്യേണ്ടി വന്നു. ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ട് കുറേ സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇതും ഇവന്മാർ തിന്നുകൊണ്ട് പോയി. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ മൂഡെല്ലാം പോയി. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ ചേഞ്ച് ഉണ്ട് പ്ലാനിന്. ഇന്ന് നമ്മൾ മിക്കവാറും ബ്രിഡ്ജ് പണിയത്തില്ല. പകരം ഒരു മൈനിങ് സെഷന് പോവാം. കുറച്ച് ഡയമണ്ട് നമുക്ക് കുറവാണ്. ഇപ്പോൾ ജസ്റ്റ് 30 അങ്ങാണ്ടേ ഉള്ളൂ നമുക്ക്. പിന്നെ എൻ്റെ കൂടെ നമുക്ക് കുറച്ച് എൻജാനിങ് കൊണ്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഞാൻ ഈ ട്രീ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അക്കേഷ്യ വുഡ് എടുക്കുക. 12 ബ്ലോക്ക് മേലോട്ട് ബിൽഡ് ചെയ്യുക. എന്നിട്ട് 12ാമത്തെ ബ്ലോക്കിനകത്ത് ഒരു ഡേർട്ട് വെക്കുക. എന്നിട്ട് ഒരു അക്കേഷ്യ സാപ്ലിങ് വെക്കുക. എന്നിട്ട് ആ അക്കേഷ്യ സാപ്ലിങ് ബോൺ മീൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് ഇറങ്ങുക. ഈ ഡേർട്ട് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അക്കേഷ്യ വുഡ് വെക്കുക. എന്നിട്ട് ഏറ്റവും താഴോട്ട് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വന്നിട്ട് മേലോട്ടൊരു 7 ബ്ലോക്ക് മേലോട്ട് ബിൽഡ് ചെയ്യുക. എന്നിട്ട് 7ാമത്തെ ബ്ലോക്കിനകത്ത് പിന്നെ ഒരു അക്കേഷ്യ സാപ്ലിങ് വെക്കുക. പിന്നെയും ബോൺ മീൽ ഇടുക. എന്നിട്ട് നിങ്ങൾ ഈ വരുന്ന ട്രീ ഒത്തിരി തിക്നെസ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിലത്തെ എക്സ്ട്രാ വരുന്ന കുറേ അക്കേഷ്യ വുഡ് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ കട്ട് ചെയ്ത് കളയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴോട്ട് പിന്നെ ഇറങ്ങുക. ഈ സെയിം സാധനം തന്നെ റൈറ്റ് സൈഡിൽ റിപ്പീറ്റ് ചെയ്യുക. പക്ഷേ റൈറ്റ് സൈഡിൽ 7 ബ്ലോക്ക് പോകണ്ട, പകരം 4 ബ്ലോക്ക് പോയാൽ മതി. 4 ബ്ലോക്ക് പോവുക. ഒരു അക്കേഷ്യ സാപ്ലിങ് വെക്കുക. ബോൺ മീൽ ഇടുക. താഴെ ഇറങ്ങുക. തിക്നെസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന അക്കേഷ്യ വുഡ് കട്ട് ചെയ്യുക. ഈ വീടിൻ്റെ ഫ്രണ്ടിലെ വഴിയിൽ മുഴുവൻ ഇപ്പം ലൈറ്റൊന്നുമില്ല. ഞാനിപ്പം കറൻ്റ് ടോർച്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ലാമ്പ് പോസ്റ്റ് മാതിരി ഒരു ഡിസൈൻ. അതിന് വേണ്ടി ഞാൻ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് താഴെ ഒരു കോബിൾ സ്റ്റോൺ, മോസി കോബിൾ സ്റ്റോൺ, പിന്നെ മേളിൽ 2 സ്പ്രൂസ് ഫെൻസും, പിന്നെ ഏറ്റവും മണ്ടയ്ക്ക് ലാൻഡാണ്. ബേസിക് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ 4-5 എണ്ണം നിറച്ചു ഈ വരുന്ന വഴിയിൽ. അപ്പോൾ നമ്മളിവിടെ ബ്രിഡ്ജ് കൂടെ പണിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നേരെ നടന്നു വരുമ്പോൾ രാത്രിയിൽ അടിപൊളിയായിരിക്കും കാണാൻ. ജസ്റ്റ് ഒരു ഫീലിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. എൻ്റെ കയ്യിലൊരു സോൾ സ്പീഡ് 3 എന്ന് പറഞ്ഞ എൻചാൻമെൻ്റ് ഉണ്ട്. അതെനിക്ക് ദ അൺഡിഫീറ്റഡ് എന്ന് പറഞ്ഞൊരു പ്ലെയർ തന്നെയാണ്. നമ്മുടെ കൂടെ ഇടയ്ക്ക് ഐലൻഡിലേക്ക് വരാറുണ്ട് പുള്ളി, മറ്റേ ഷ്ലെബോയിൻ്റെയൊക്കെ കൂട്ട്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ബൂട്ട്സിനകത്ത് ഇട്ടാൽ അത് വർക്കാകില്ല. ടു എക്സ്പെൻസീവാണ്. അതിനെന്തോ കാരണമുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തോ നമ്മൾ കറക്റ്റ് ഓർഡർ ചെയ്തായിരുന്നെങ്കിൽ ഇത് ടു എക്സ്പെൻസീവ് വരത്തില്ല. അങ്ങനെ എന്തോ ഉണ്ട്. അത് ഞാൻ മറന്നുപോയി. അത് കൃത്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കിനി വേണ്ടത് നമ്മുടെ ഹെൽമെറ്റിനകത്ത് അക്വാ അഫിനിറ്റി വേണം. പിന്നെ പറ്റുമെങ്കിൽ എനിക്കൊരു സിൽവറിൻ്റെ ഒരു പിക്കാക്സും പിന്നെ നമ്മുടെ സോഡിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ എൻചാൻമെൻറ്റും കൂടെ വേണം. ഇപ്പോൾ കറൻ്റ് നമുക്ക് അതിനകത്തിൽ ഷാർപ്നെസ് ഉണ്ട്, ബാക്കി വേണ്ടതെല്ലാം ഉണ്ട്. എങ്കിലും ഫുള്ളി മാക്സ്ഡ് ഔട്ട് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന സോഡിനകത്ത് വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഒത്തിരി പേര് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്ക് നോ പാക്ക് 1 കിട്ടിയിട്ടുണ്ട് സോഡിനകത്തിൽ. ഞാൻ അത് എടുക്കുവാണ്, കാരണം എനിക്ക് നോ പാക്ക് 2 അത്ര ഇഷ്ടമല്ല. പിന്നെ പിക്കാക്സിനകത്ത് ഞാൻ സിൽട്ടസ് നോക്കുവാണ്, കിട്ടിയില്ല. പിന്നെ ഹെൽമെറ്റിനകത്തിൽ ഞാൻ അക്വാ അഫിനിറ്റി നോക്കുവാണ്, അതും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത് ടോർച്ച് എടുത്തിട്ട് ഇതുപോലെ ബുക്ക് ഷെൽഫിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക്
കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്ക് അക്വാ അഫിനിറ്റി കിട്ടി. ഇതിന് കാരണം നമുക്ക് ചില എൻചാൻമെൻറ്റ്സിന് 30 ലെവൽ വേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ ടോർച്ച് വെക്കുന്നതോറും ഓരോരോ ലെവലായിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യം വേണ്ടത് മാത്രം നമുക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ചിലതിപ്പം ഫെദർ ഫോളിങ് 4 ഒക്കെ നമുക്ക് പെട്ടെന്ന് ചീപ്പായിട്ട് കിട്ടും. 30 ലെവൽ വേണമെന്നില്ല. ഇപ്പം എനിക്ക് സ്വോർഡിന് 33 ലെവൽ വേണം. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ആർമഡില്ലോ ഫാം യൂസ് ചെയ്തിട്ട് വരാം. പിന്നെ ഈ ആർമഡില്ലോ ഫാം ഇതുവരെ യൂസ് ചെയ്യാത്തവർക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സ്പ്ലാഷ് പോർഷൻ ഓഫ് ഇൻഫെസ്റ്റേഷൻ നമ്മൾ ആരെങ്കിലും മേത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അവർ ഡാമേജ് എടുക്കുകയാണെങ്കിൽ സിൽവർ ഫിഷ് സ്പോൺ ആകും. അപ്പം ഇത് നമ്മൾ ആർമഡിലോസിൻ്റെ മേത്തോട്ട് ഒഴിക്കുമ്പം ആർമഡിലോസ് ഓൾറെഡി ഡാമേജ് എടുത്തുകൊണ്ടിരിക്കുമായതുകൊണ്ട് ആ ക്യാമ്പ് ഫയർ കാരണം, പക്ഷേ അവർ ഷെല്ലിനകത്തായതുകൊണ്ട് അവർ ചാവത്തില്ല, ഇങ്ങനെ ഡാമേജ് എടുത്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് കാരണം ഒരു ഇഷ്ടം പോലെ സിൽവർ ഫിഷ് ഒരു 3 മിനിറ്റത്തേക്ക് ഇങ്ങനെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ പോർഷൻ്റെ ഡ്യൂറേഷൻ എത്രയാണോ അത്രയും നേരം അതിങ്ങനെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. അപ്പം ആർമഡില്ലോ ഫാം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു മൈനിങ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പോയപ്പം എനിക്കൊരു ഔട്ട് പോസ്റ്റ് കണ്ടുപിടിച്ച് അപ്പോൾ ഞാൻ ഔട്ട് പോസ്റ്റിനകത്ത് കയറിയിട്ട് ചെസ്റ്റ് എല്ലാം തുറന്ന് നോക്കി. അപ്പോൾ എനിക്കൊരു ഹോണ് പിന്നെ കുറച്ച് ട്രിമ്മും കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളവന്മാരെല്ലാം തട്ടിയിട്ട് നേരെ ഞാൻ മൈനിങ്ങിന് പോയി. അപ്പം അതിനകത്ത് അത്യാവശ്യം കുറച്ച് ഡയമണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ആ ഫോർച്യൂൺ 3ൻ്റെ പിക്കാക്സിൽ ഉള്ളതുകൊണ്ട് വലിയ സീനില്ലാതെ പോയി. പിന്നെ സെർവർ കുറച്ച് ലാഗൊക്കെ ആകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുഴുവനൊന്നും റെക്കോർഡ് ചെയ്യാൻ പോയില്ല വീഡിയോസ്. പിന്നെ ഇനി അടുത്ത എപ്പിസോഡ് മുതൽ ഞാൻ ഡയമണ്ട് മൈനിങ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ ഫുള്ള് വീഡിയോസ് റെക്കോർഡ് ചെയ്തിടാം. നമ്മുടെ മൈനിങ് സെഷൻ കഴിഞ്ഞു. കിട്ടിയത് 64 ഡയമണ്ട് പിന്നെ 29 എക്സ്ട്രാ ഡയമണ്ട്. ഓൾമോസ്റ്റ് 1 hour 1.5 hour ഞാൻ മൈനിങ് ചെയ്തു. പിന്നെ ഈ എപ്പിസോഡ് ഞാൻ കുറച്ച് റഷ് ചെയ്താണ് ഉണ്ടാക്കിയത്. അത് അടുത്ത എപ്പിസോഡ് മുതൽ ഞാൻ സെറ്റാക്കാം. നമ്മൾ ഈ ബിൽഡൊക്കെ ഇതിനകത്തിൽ ഇത്രയും ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാം. നമ്മളിതുപോലൊരു മൈനിങ് സെഷനൊക്കെ പോയിട്ടും തിരിച്ച് നമ്മുടെ ബേസിലോട്ട് ഇങ്ങനെ പയ്യെ വന്ന് ഇറങ്ങണം. അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ഇത്രേ ചെയ്യുന്നുള്ളൂ. അടുത്ത എപ്പിസോഡ് എനിക്ക് എന്തോന്ന് അറിഞ്ഞൂടാ പ്ലാനൊക്കെ. അത് ഞാൻ പിന്നെ ആലോചിച്ചിട്ട് എന്തോരൊക്കെ പറയാം. അപ്പോൾ ഇനിയും അടുത്ത വർഷം നമുക്ക് കാണാം. 2027 വെറുതെയാണ് ഞാൻ മാക്സിമം ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇത്രയും നേരം വാച്ച് ചെയ്തതിന് താങ്ക് യു. ബൈ 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 ബൈ.